എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരിക്കും അല്ലേ. നാട്ടിൽ മാത്രം ഓണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കേരളത്തിന് പുറത്ത് ഒരു ഒക്ടോബർ നവംബർ വരേക്കും അടുത്ത ക്രിസ്മസ് വരേക്കും ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്രാവശ്യം വീഡിയോ എടുക്കണം, അങ്ങനെ ഓണം വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്രാവശ്യം ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഭയങ്കര തിരക്കും എല്ലാവർക്കും വയ്യായികകളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ അത്രയ്ക്ക് ഇങ്ങോട്ട് കളറായില്ല ഓണം. നമ്മൾ ഉത്രാടത്തിനാണ് വന്നത്. അപ്പോൾ എൻ്റെ തിരക്ക് കാരണം എനിക്ക് ഡ്രസ്സൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിനാണ് നമ്മൾ വന്നേക്കുന്നത്. ഉത്രാടത്തിൻ്റെ അന്നാണ് നാട്ടിലെത്തിയത് തന്നെ, തലേ ദിവസം. അപ്പം അന്ന് തന്നെ നമ്മൾ പോയിട്ട് നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. എല്ലാവരും മുന്നേ ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അടുത്ത് നമുക്ക് മഹാലക്ഷ്മി സിൽക്സ് ആണുള്ള ഏറ്റുമാനൂർ. അപ്പം അവിടെ പോയിട്ട് എനിക്ക് വേണ്ട ടോപ്പും പിള്ളേർക്ക് വേണ്ട ഡ്രസ്സ്, അവസാന ഷോപ്പിംഗ് ആയതുകൊണ്ട് പിള്ളേർക്കൊന്നും നല്ല ഡ്രസ്സൊന്നും കിട്ടിയില്ല. ഫുൾ ഇറക്കമില്ലാത്ത സ്കേർട്ടൊക്കെയാണ് കിട്ടിയത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവർക്കും തയ്ച്ചു കൊടുക്കാനിരുന്നിട്ട് നമുക്ക് തയ്ക്കാൻ ലേറ്റ് ആവും. അപ്പം ഇത് ഉത്രാടത്തിൻ്റെ അന്നുള്ള സദ്യയാണ് കേട്ടോ. അപ്പോൾ ഉത്രാടം നമ്മൾ തറവാട്ടിലിരുന്ന് ഉണ്ടിട്ട്, പിന്നെ അനിയൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അനിയൻ്റെ വീട്ടിലായിരുന്നു തിരുവോണം. ഫസ്റ്റ് വീട് വെച്ചിട്ട് 1ാമത്തെ വർഷം കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്താണ് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. പലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞ് ഈ ഓണത്തിന് 1 ഇയർ ആയി. അപ്പം നമ്മൾ ആദ്യത്തെ ഓണമല്ലേ പറഞ്ഞിട്ട്, ഓണം കഴിഞ്ഞിട്ടാണ് വീട് ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ ഓണമാണ്. അപ്പം അവിടെ ഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുവോണം അവിടെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ പുന്നെല്ല് വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഗ്ലാമർ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. ഇപ്രാവശ്യം ഞാൻ തന്നെ ഉണ്ടാക്കിയ നെക്ക് പീസാണ്. ഇത് കുറച്ച് സെയിലായി പോയൊരു ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് പീസാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കഴുത്തിന് അത്ര വലിയ ചേരുന്നില്ല, കാരണം നമ്മുടെ തൈറോയിഡും ഒക്കെ ഉള്ള വണ്ണത്തിലിരിക്കുന്ന കഴുത്താണ്. അതിങ്ങനെ ബെൽറ്റ് ഇട്ട പോലെ ആയിരിക്കും. നല്ല വെലിഞ്ഞ കഴുത്തുള്ളവർക്ക് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഇങ്ങനത്തെ നെക്ലേസ് നല്ല രസം ഉണ്ടാവുക. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് സെയിലായിട്ട് പോയ ഒരു ഐറ്റമാണ്. അങ്ങനെ ഞങ്ങളിത് ഈ അമ്പലത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ പുന്നെല്ലൊക്കെ വാങ്ങിച്ചു. കുറേ ലേറ്റായി കേട്ടോ. പിള്ളേർക്ക് പൂക്കളത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോ മസ്റ്റ് ആണല്ലോ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിൽ തിരിച്ചെത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പൂക്കളിടാനിരിക്കുന്നു. സാധാരണ തിരുവോണത്തിന് പൂക്കളിടില്ല. നമ്മളെല്ലാവരും കൂടെ ഒന്നിക്കുന്നത് ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പൂക്കളം എന്തായാലും ഇടും. ഇന്നലെ ചേട്ടൻ വരുമ്പോൾ തന്നെ പൂക്കൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പിള്ളേർ സെറ്റും അച്ഛയും കൂടിയാണ് പൂക്കൾ ഇടാതിരിക്കുന്നത്. ഇതേ ഇവിടെ ഒരു കുഞ്ഞു കാന്താരി, ഇവനാണ് ഞങ്ങളുടെ വീട്ടിലെ VIP കേട്ടോ. ഇവിടെ അടുക്കളയിൽ ചേട്ടനും ചേച്ചിയും കൂടെ നാളികേരപ്പാൽ പിഴിയുന്നു പായസത്തിനുള്ളത്. ഓണാവുമ്പോഴാണ് ഇവിടുത്തെ ആണുങ്ങൾ മൊത്തം അടുക്കളയിൽ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പായസപ്പണിക്ക് എല്ലാവരും കൂടും കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മൾ എല്ലാ ദിവസവും എല്ലാവരെയും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതേ പായസം ഞങ്ങൾ പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ, അച്ഛനും ഇതുപോലെ അടുക്കളയിൽ കയറുന്നൊരു ദിവസമാണ് ഓണത്തിന്. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കണ്ട, എന്തിനെങ്കിലും വിളിച്ചാലാണ് ഇവരൊക്കെ വരുള്ളൂ. പക്ഷെ ഓണത്തിൻ്റെ അന്ന് എല്ലാവരും, അതാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ പായസപ്പണി എപ്പോഴും അച്ഛനുള്ളതാണ്. തുടങ്ങി വെക്കുന്നതും തേങ്ങാപ്പാൽ പിഴിയുന്നതൊക്കെ അച്ഛനായിരുന്നു കേട്ടോ മുന്നേ. ഇപ്പം പിന്നെ എല്ലാവരും കൂടും. അയ്യോ, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എഴുതൊക്കെ മാറ്റമൊക്കെ പറയണ്ടത് അവൻ്റെ വീട്ടിലാണല്ലേ അവനും അല്ലേ. അയ്യോ, പായസം വിളക്കൽ 2ാം നമ്പർ. ഇങ്ങനെല്ലാം ഇന്ന് പായസം കുടിച്ച് എല്ലാവരും ഈ പായസം വിളക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ്, ഒരാൾ തീരുമ്പോൾ അടുത്ത ആൾ, അങ്ങനെ എല്ലാവരും ഈ പായസം ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇളക്കുന്നത് ശരിയാവുന്നില്ല, മര്യാദയ്ക്ക് ഇളക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ സെറ്റ് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കും പായസം ആയോ എന്ന്. അപ്പം അമ്മാളിനെ അത് ഇളക്കണം പറഞ്ഞിട്ട്, അവൾക്ക് ഇങ്ങനെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. പാത്രം കഴുകി തരും, അങ്ങനത്തെ ഒക്കെ പണികൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ പിന്നെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് അമ്മാളുമാണ് കേട്ടോ. അമ്മാൾ വീഡിയോ എടുക്കുമ്പോഴാണ് എന്നെ അതിൽ കാണാൻ കിട്ടുള്ളൂ. ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കിട്ടില്ലല്ലോ, അല്ലെ പിന്നെ സെൽഫി മോഡിൽ പിടിക്കണം. അപ്പോൾ ഇതേ അമ്മാളാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് പോയിട്ടൊക്കെ വീഡിയോസ് എടുത്ത് തരും. ഇതേ കണ്ടോ, ഈ താഴേക്ക് കൂടെയൊക്കെ പോയി നല്ല രസമായിട്ടാട്ടോ നമ്മൾ വീഡിയോ എടുക്കുക. ഒന്നും അല്ലാന്ന് തോന്നുന്നു അവളുടെ വീഡിയോ എടുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഒരു ഒറ്റ ഷോട്ടിൽ എടുത്തിട്ട് വരുന്നതാട്ടോ. എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഒറ്റ ഷോട്ടിൽ മൊത്തത്തിൽ വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. ഒരാൾ അവിടെ അത് ചെയ്യുന്നു, ഒരാൾ ഇവിടെ ഇത് ചെയ്യുന്നു, അങ്ങനെ മൊത്തം കാണിക്കുക. അങ്ങനെ ഞങ്ങളുടെ പായസത്തെ ഒരു വിധത്തിലായി. അവസാനത്തെ മിനുക്ക് പണി ഏലക്ക, ചുക്ക്, ജീരകം അതൊക്കെ ഇട്ട് ഇത് കണ്ടോ, അതിൽ
എത്ര ആളുടെ കൈ ഉണ്ടോ നോക്കിയാൽ പായസത്തിൽ. പക്ഷെ നല്ല പായസം കേട്ടോ, ശർക്കര പായസം നല്ല പായസമാണ്. ഞാനവിടെ അകത്ത് പാലട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാലട കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഇളക്കാൻ വന്നത്. അപ്പോൾ അവസാനത്തെ എൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ പായസം മുഴുവൻ ഉണ്ടാക്കിയത് ഞാനാന്ന് തോന്നും. ഞാനത് ആ സമയത്ത് വന്നിട്ടുള്ളൂ. ഞാൻ അത്രയും നേരം അകത്ത് പാലട വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നിട്ട് കൈയിട്ടതാണ് കേട്ടോ. അപ്പം അങ്ങനെ പായസവും ശർക്കര പായസവും റെഡി. ഇത് പരിപ്പാണ്, അകത്ത് പാലട. അങ്ങനെ 2 കൂട്ടം പായസം റെഡിയായി. ഇതേ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. സദ്യ ആവുമ്പോൾ ഇതുപോലെ നിലത്ത് ഇങ്ങനെ ചമ്മറമ്പടി ഇരുന്നിട്ട് വേണം സദ്യ കഴിക്കാൻ. അപ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുള്ളൂ. പക്ഷെ നമ്മളൊക്കെ പ്രായമായില്ലേ, ഇങ്ങനെ താഴെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ താഴെ, നമ്മളൊക്കെ മുകളിൽ ഇരുന്ന് കഴിച്ചു. പക്ഷെ ഞാൻ താഴെയാണ് ഇരുന്നത്. എനിക്ക് സദ്യ കഴിക്കുമ്പോൾ താഴെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മാളൂന് ഇതേ ആ ഡ്രസ്സ് ഒട്ടും കംഫർട്ടല്ല, കുത്തുണ്ട് പറഞ്ഞിട്ട് മാറിയിടാൻ ഭയങ്കര പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾക്ക് അത് ഇടാൻ വയ്യ. പിന്നെ സദ്യ കഴിക്കുന്ന വരെയെങ്കിലും അത് ഇടാൻ പറഞ്ഞിട്ട് മൂട് കഴിഞ്ഞ വഴിക്ക് അതങ്ങ് മാറ്റിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും വിളമ്പി കഴിഞ്ഞാൽ അവരാണ് പിന്നെ ആ താഴെയുള്ളവർക്ക് വെല്ലം കൊടുക്കുന്നില്ലേ? പാറു ഇതോടെ സ്റ്റക്കായി നിൽക്കുന്ന പാറു. അങ്ങനെ ജഗപുക സദ്യയൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടികളുടെ കലാപരിപാടികളും കളികളുമാണ്. എന്താ എല്ലാവർക്കും ഒരു സ്റ്റൈഡ് വലി. ഉച്ചയ്ക്കാണെങ്കിലും സദ്യ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണമായി. പിന്നെ നല്ലൊരു ഉറക്കം പാസ്സാക്കി എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്കാണ് നോക്കിയത് കേട്ടോ. ഓണാകുമ്പോൾ ഒരു സിനിമ മുഖ്യമാണല്ലോ. അപ്പം ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. പിന്നെ ഞങ്ങളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി. ARM അജയൻ്റെ 2ാമത്തെ മോഷണം ഉണ്ടല്ലോ ടോവിനോടെ, അത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മോർണിംഗ് ഷോയ്ക്കാണ് പോയി കണ്ടത് കേട്ടോ. അതുകൊണ്ട് തിരുവോണത്തിൻ്റെ അന്ന് രാത്രിയായി കളികളൊക്കെ, കസേരക്കളിയും ബിസ്ക്കറ്റ് ചാട്ടമൊക്കെ ആയിട്ട് അവരുടെ കളികൾ അങ്ങനെ തകൃതിയായിട്ട് നടന്നു. അങ്ങനെ ഓണം, ഈ ഒരു കളിയോടുകൂടി ഓണം അവസാനിച്ചു കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ സിനിമയ്ക്കൊക്കെ പോയി. വീട്ടിൽ തൃശ്ശൂർ പോയി നിൽക്കാൻ പറ്റിയില്ല, പോയി വന്നു. അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ഇങ്ങോട്ട് ചെന്നൈയിലോട്ട് തിരിച്ചു. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ അങ്ങോട്ട് തീർന്നു എന്ന് പറയാം. ആകെ 3 ദിവസം ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും ഓണത്തിന് നമുക്ക് കൂടാൻ പറ്റുമല്ലോ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓണമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടാലോ, അതാണ്. ഡൽഹിയിലായിരുന്ന സമയത്ത് നമുക്ക് അതിന് പറ്റിയിരുന്നില്ല, ഓണത്തിന് വരാൻ പോലും പറ്റിയിരുന്നില്ല. ഇപ്പം ചെന്നൈയിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് വന്നു പോകാൻ പോലും പറ്റുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഓണത്തിന് എല്ലാവരും കൂടെ കൂടാലോ എന്നുള്ള സന്തോഷത്തിന് വേണ്ടി 3 ദിവസം അങ്ങനെ ഓണത്തിന് പോയിട്ട് പോന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയായിരുന്നു? അടിച്ചു പൊളിച്ചോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളിയോടുകൂടി നമ്മുടെ ഓണം വ്ളോഗ് ഞാൻ നിർത്തുവാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായിരുന്നു തിരക്ക് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.